വാഹന ലൈസൻസും RC ബുക്കും ആധുനികവൽക്കരിക്കാനുള്ള സർക്കാർ തീരുമാനത്തിലെ നടപടിക്രമങ്ങളിൽ ദുരൂഹത. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ITI ലിമിറ്റഡിനാണ് മോട്ടോർ വാഹന വകുപ്പ് അച്ചടി കരാർ നൽകിയത്. എന്നാൽ ഇതിന് 3 ആഴ്ച മുന്നേ മറ്റൊരു സ്വകാര്യ കമ്പനിയിൽ പ്രിന്റിംഗ് ആരംഭിച്ചതായി സർക്കാർ രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു. കാണാം. ഡ്രൈവിംഗ് ലൈസൻസും വാഹനങ്ങളുടെ RC ബുക്കും PVC പെഡ്ജി കാർഡിലേക്ക് മാറ്റുന്നതിന് കരാർ ഏറ്റെടുത്തത് ബാംഗ്ലൂർ ആസ്ഥാനമായ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ആണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ITI ലിമിറ്റഡിന് മോട്ടോർ വാഹന വകുപ്പ് കരാർ നൽകിയെങ്കിലും AI ക്യാമറ ഇടപാടിൽ എന്ന പോലെ ഉപകരാറുമുണ്ട്. ഈ കരാർ രേഖകൾ പരിശോധിക്കുമ്പോഴാണ് ചില സംശയങ്ങൾ നിഴലിക്കുന്നത്, ചില ദുരൂഹതകൾ മറനീക്കുന്നത്. ബാംഗ്ലൂർ ആസ്ഥാനമായ ITI ലിമിറ്റഡുമായി സംസ്ഥാന സർക്കാർ ഒപ്പിട്ട കരാർ രേഖയാണിത്. 1-ാം കക്ഷി ഗതാഗത വകുപ്പ്. ഇത്തരം കരാറുകൾ ഒപ്പിടുമ്പോൾ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിക്കേണ്ടത് ഗതാഗത വകുപ്പ് സെക്രട്ടറിയോ ജോയിന്റ് സെക്രട്ടറിയോ ആണ്. എന്നാൽ ലൈസൻസുകളുടെയും RC ബുക്കിന്റെയും അച്ചടി കരാറിൽ ഗതാഗത വകുപ്പിന് വേണ്ടി ഒപ്പിട്ടിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ്. ഇത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമെന്നാണ് വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കാണുന്ന രേഖകൾ പ്രകാരം 2023 ഏപ്രിൽ 15-നാണ് ITI ലിമിറ്റഡുമായി കരാർ ഒപ്പിടുന്നത്. എന്നാൽ അതിന് 3 ആഴ്ച മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2023 മാർച്ച് 23-ന് മറ്റു 2 കമ്പനികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെയും RC ബുക്കിന്റെയും പ്രിന്റിംഗിന് അനുവാദം നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. കൊച്ചി ആസ്ഥാനമായ പ്രൊസൈൻസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോഴിക്കോട് ആസ്ഥാനമായ കാലിഗ്രാഫ് ബിസിനസ് സിസ്റ്റംസ് എന്നീ കമ്പനികൾക്കാണ് പ്രിന്റിംഗിന് കരാർ നൽകിയത്. 2023 മാർച്ച് 27 മുതൽ പ്രൊസൈൻസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കൊച്ചിയിലെ ആസ്ഥാനത്ത് പ്രിന്റിംഗ് ആരംഭിക്കാനും സർക്കാർ ഉത്തരവിൽ നിർദ്ദേശമുണ്ടായിരുന്നു. പ്രിന്റിംഗിന് താൽപ്പര്യമറിയിച്ച് പ്രൊസൈൻസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ കത്ത് പരിഗണിച്ചായിരുന്നു സർക്കാർ നീക്കം. ബാംഗ്ലൂർ ആസ്ഥാനമായ ITI ലിമിറ്റഡുമായി കരാറിൽ ഏർപ്പെട്ടതിനു ശേഷവും ഡ്രൈവിംഗ് ലൈസൻസിന്റെയും RC ബുക്കിന്റെയും പ്രിന്റിംഗ് നടന്നത് മേൽപ്പറഞ്ഞ സ്വകാര്യ കമ്പനികളിൽ തന്നെയാണ്. എന്നു പറഞ്ഞാൽ ഏതോ ഉന്നതർക്ക് വേണ്ടപ്പെട്ട 2 സ്വകാര്യ കമ്പനികളുമായി ചേർന്ന് ആദ്യം പ്രിന്റിംഗ് ആരംഭിക്കുന്നു. അതിനുശേഷം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ITIയുമായി ചേർന്ന് കരാർ ഒപ്പിടുന്നു. ഇത് പ്രധാന കരാറും സ്വകാര്യ കമ്പനികൾക്ക് നൽകിയത് ഉപകരാറുമെന്ന് ചൂണ്ടിക്കാട്ടി നടപടിക്രമങ്ങളിൽ സുതാര്യത വരുത്തി തീർക്കലായിരുന്നു ലക്ഷ്യമെന്ന ചുരുക്കം. ഡ്രൈവിംഗ് ലൈസൻസിന്റെയും RC ബുക്കിന്റെയും അച്ചടി കരാർ അടിമുടി ദുരൂഹമെന്ന് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. കൊച്ചിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് യൂസഫ് അലിക്കൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ. അല്ലമീൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ വാഹന ലൈസൻസും RC ബുക്കും ആധുനികവൽക്കരിക്കാനുള്ള സർക്കാർ തീരുമാനം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ആ വഴിക്ക് പോയതിനു ശേഷമാണ് നമ്മൾ കൈക്കൊണ്ടതെങ്കിലും നമ്മളതിനെ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ ദുരൂഹതയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട കരാർ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് നൽകുകയും എന്നാൽ ആ കരാർ നൽകുന്നതിന് തൊട്ടു മുമ്പ് തന്നെ പ്രിന്റിംഗ് ആരംഭിക്കാൻ ഉപകരാർ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്തായിരുന്നു സർക്കാരിന് ഇത്ര വലിയ ധൃതി? യഥാർത്ഥത്തിൽ ഈ ഉപകരാർ നൽകിയത് സർക്കാരിന്റെ ഭാഗം എന്താണ്? ഇതിൽ ഏതു തരത്തിലുള്ള ക്രമക്കേടാണ് നമ്മൾ സംശയിക്കുന്നത്? അല്ലമീൻ, അരുൺകുമാർ, ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ RC ബുക്കും അതിന്റെ പ്രിന്റിംഗ് ഏതാണ്ട് 2 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. ഏതാണ്ട് 11 ലക്ഷത്തോളം RC ബുക്കും ലൈസൻസുമാണ് പ്രിന്റ് ചെയ്ത് നൽകേണ്ടത്. ഈ ടെസ്റ്റ് പാസ്സായാലും ലൈസൻസ് കിട്ടാതെ ആളുകൾ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഈ പ്രിന്റ് ചെയ്യുന്ന കമ്പനികൾക്ക് ഏതാണ്ട് 8 കോടിയോളം രൂപ സർക്കാർ നൽകാനുണ്ട്, ഫീസ് ഇനത്തിൽ നൽകാനുണ്ട്. ഇത് മാത്രമല്ല, ഈ പ്രിന്റ് ചെയ്യുന്ന RC ബുക്കും ലൈസൻസും ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നത് തപാൽ വകുപ്പ് പോസ്റ്റ് വഴിയാണ്. അങ്ങനെ തപാൽ ചാർജ് ഇനത്തിൽ ഏതാണ്ട് 3 കോടിയിലേറെ രൂപ വേറെയും കൊടുക്കാനുണ്ട്. അങ്ങനെ ഏതാണ്ട് എല്ലാം കൂടി ഒരു 12-13 കോടി രൂപ സർക്കാർ കൊടുക്കാനുണ്ട്. ആ കാശ് കിട്ടാത്തത് കൊണ്ട് ഇതുവരെയും പ്രിന്റിംഗ് 2 മാസമായി മുടങ്ങിക്കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇതിന്റെ ചില ഉത്തരവുകൾ നമുക്ക് ഇതിന്റെ ഉദ്യോഗസ്ഥർ തന്നെ നൽകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം, നേരത്തെ കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നത് ഈ ലൈസൻസും RC ബുക്കും ഒക്കെ തന്നെ ഒരു ചിപ്പ് ലെവൽ കാർഡിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. നേരത്തെ ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകളിൽ തന്നെ പ്രിന്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. അത് ATM കാർഡിന് സമാനമായ രീതിയിലേക്ക് പ്രിന്റ് ചെയ്യുക, അതിലൊരു ചിപ്പ് ഘടിപ്പിക്കുക, ആ ചിപ്പിൽ എല്ലാ വിവരങ്ങളും ലഭിക്കുന്ന രീതിയിലായിരുന്നു സർക്കാർ നിർദ്ദേശിച്ചത്. പക്ഷേ അത്തരത്തിൽ ചിപ്പ് ലെവൽ കാർഡിലേക്ക് പോയില്ല. പകരം PVC പെഡ്ജി കാർഡ് സംവിധാനത്തിലേക്കാണ് പ്രിന്റിംഗിന് സർക്കാർ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ അങ്ങനെ പ്രിന്റ് ചെയ്ത് നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊച്ചി ആസ്ഥാനമായിട്ടുള്ള പ്രൊസൈൻസ് ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി സർക്കാരിന് കത്ത് നൽകുന്നു. സാധാരണ ഇത്തരത്തിൽ പുറം കരാറുകൾ നൽകുമ്പോൾ, സ്വകാര്യ കമ്പനികൾക്ക് നൽകുമ്പോൾ അത് ടെൻഡർ വിളിക്കുന്നു, അതിനനുസരിച്ചുള്ള കൊട്ടേഷൻ സ്വീകരിക്കുന്നു, അങ്ങനെ ചില നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ ആ നടപടിക്രമങ്ങളിലേക്ക് പോകാതെ തന്നെ ഇങ്ങോട്ടൊരു കമ്പനി, സ്വകാര്യ കമ്പനി താല്പര്യം അറിയിക്കുന്നു. ആ കമ്പനിയിൽ സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ
ട്രാൻസ്പോർട്ട് കമ്മീഷണർ കൊച്ചിയിലെ ഓഫീസർക്ക് ഒരു കത്ത് നൽകുന്നു. അത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആ കമ്പനിയിൽ തന്നെ പ്രിന്റിംഗ് ആരംഭിക്കൂ എന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറക്കുകയാണ്. ഇതൊരു സ്വകാര്യ കമ്പനിയാണ് എന്ന് ആ ഉത്തരവിൽ തന്നെ വ്യക്തമായി പറയുന്നു. എന്നാൽ അതിനുശേഷം 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ITI പ്രൈവറ്റ് ലിമിറ്റഡുമായി, കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്, ആ സ്ഥാപനവുമായി പ്രധാന കരാറിൽ ഒപ്പിടുകയാണ്. അത് ഗതാഗത വകുപ്പാണ് അതിലെ ഒന്നാം കക്ഷി. രണ്ടാം കക്ഷി ITI ലിമിറ്റഡ് ആണ്. ഈ കരാറിൽ ഉപകരാറിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. പക്ഷേ ഒരു 3 ആഴ്ച മുമ്പേ ഒരു സ്വകാര്യ കമ്പനിക്ക് കീഴിൽ ഇതിന്റെ പ്രിന്റിംഗ് ആരംഭിക്കുന്നു. ആ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പ്രധാന കരാർ രൂപീകരിക്കുന്നു. എന്തിന് ഇങ്ങനെ ഒരു വളഞ്ഞ വഴി സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇത് മാത്രമല്ല, ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെയും RC ബുക്കിന്റെയും പ്രിന്റിംഗുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ നിൽക്കുകയാണ്. ഈ കേസിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ITI ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് പ്രധാന കരാർ രൂപീകരിച്ചത് എന്നുകൂടി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് ചില വളഞ്ഞ വഴികൾ ഇതിൽ ചില ഉദ്യോഗസ്ഥർ എന്ന് മാത്രമല്ല ഗതാഗത വകുപ്പിലെയും മോട്ടോർ വാഹന വകുപ്പിലെയും ചില ആളുകൾ പ്രത്യേക താല്പര്യത്തോടു കൂടി ചില നടപടി സ്വീകരിക്കുന്നു. അതൊരു പക്ഷേ കുരുക്കായേക്കുമെന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് മറികടക്കുന്നതിന് വേണ്ടിയും സാങ്കേതികത്വം ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയും ITI ലിമിറ്റഡുമായി ഒരു പ്രധാന കരാർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സാധാരണ ഇത്തരത്തിലുള്ള കരാറുകളിൽ ഏർപ്പെടുമ്പോൾ ഗതാഗത വകുപ്പ് ഡയറക്ടറോ ജോയിന്റ് സെക്രട്ടറിയോ ഒക്കെയാണ് അതിൽ ഒപ്പിടേണ്ടത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിനേക്കാൾ കീഴുദ്യോഗസ്ഥരാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നുള്ളതും ഇതൊരു കീഴ്വഴക്കങ്ങളുടെ ലംഘനമായ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അരുൺകുമാർ, അല്ലമീൻ, ഇതിൽ ഒരു കാര്യം അറിയേണ്ടത്, എത്ര കാലം അല്ലെങ്കിൽ എത്ര RC ബുക്കുകൾ ഇവർ പ്രിന്റ് ചെയ്തിരിക്കുന്നുവെന്നാണ്. അത് നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോഴും ഈ ഉപകരാർ കൊടുത്ത സ്വകാര്യ കമ്പനികൾക്ക് അത് പ്രിന്റ് ചെയ്യാൻ കഴിയുമോ? നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? പ്രിന്റ് ചെയ്യുന്നതിന് തടസ്സമില്ല. പക്ഷേ ഈ പറയുന്ന നടപടിക്രമങ്ങളിൽ ഒരു വീഴ്ച അക്കാര്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിന്റെ സമയത്ത് സർക്കാർ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലമുണ്ട്. അതിൽ പറയുന്നത് ഒരു ദിവസം 23,000 ഈ ലൈസൻസും RC ബുക്കുമായി ചേർന്ന് ഒരു ദിവസം 23,000 പ്രിന്റ് നടക്കുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ ഈ അവധി ദിവസങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 മാസമായി ഇത് പെൻഡിംഗ് ആണ്. അങ്ങനെ വരുമ്പോൾ 11 ലക്ഷത്തോളം ലൈസൻസും RC ബുക്കും ഇനി പ്രിന്റ് ചെയ്ത് ഉപഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട്. 2 മാസത്തിന് മുമ്പ് നവംബർ 26-ന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ലൈസൻസിന് അർഹത നേടിയ ആളുകൾക്ക് ഇപ്പോഴും ലൈസൻസ് കിട്ടിയിട്ടില്ല. അതിനൊരു കാരണമായി നിൽക്കുന്നത് ഈ പണം കൊടുക്കാത്തതാണ്. എന്തിന് ഇത്രയും പണം? അത് നാളെ നമ്മൾ മറ്റൊരു തുടർ വാർത്ത കൂടി നൽകുന്നുണ്ട്. അതിൽ ഈ പണയിടപാടുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ അക്കാര്യത്തിൽ നമുക്ക് വിശദമായി പ്രതിപാദിക്കുകയും ചെയ്യാം. പക്ഷേ ഏതായിരുന്നാലും ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പ്രിന്റിംഗ് നേരത്തെ ഈ പറഞ്ഞതുപോലെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകളിൽ തന്നെയാണ് അച്ചടിച്ചുകൊണ്ടിരുന്നത്. അത് പുറത്ത് ഒരു ആധുനികവൽക്കരിക്കുന്നതിന് പുറത്തെ കരാർ കൊടുക്കുന്നതിൽ തെറ്റുമില്ല. പക്ഷേ ഒരു സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുന്നു. ആ കമ്പനിക്ക് കൊടുക്കുമ്പോൾ ആ കമ്പനി ഇങ്ങോട്ട് താല്പര്യം അറിയിക്കണം. ഞങ്ങളത് ചെയ്തു കൊള്ളാമെന്ന് ഇങ്ങോട്ട് താല്പര്യം അറിയിക്കുമ്പോൾ എന്നാൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് സർക്കാർ അങ്ങോട്ട് നിർദ്ദേശിക്കുന്നത് അതിലൊരു വിയോജിപ്പുണ്ട്, അല്ലെങ്കിൽ അതിലൊരു പൊരുത്തക്കേടുണ്ട്. സാധാരണ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കമ്പനി ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സമീപനമല്ല സർക്കാർ ഇത്തരം ഘട്ടങ്ങളിൽ സ്വീകരിക്കുന്നത്. കൂടുതൽ കമ്പനികളിൽ നിന്ന് കൊട്ടേഷൻ സ്വീകരിക്കുന്നു. അവരിൽ നിന്ന് കരാറൊക്കെ ഏറ്റെടുത്തതിന് ശേഷമാണ് കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്നവർക്കാണ് കൊടുക്കുന്നത്. ഇത് പക്ഷെ അങ്ങനെ നടന്നിട്ടില്ല. എന്ന് മാത്രമല്ല, അതിനുശേഷം ഇതിന്റെ പ്രധാന കരാർ മറ്റൊരു കമ്പനിക്ക് കൊടുക്കുകയാണ്. ഈ ITI ലിമിറ്റഡുമായി പ്രധാന കരാറിൽ ഏർപ്പെട്ടതിന് ശേഷവും ഈ പറയുന്ന സ്വകാര്യ കമ്പനികളിൽ തന്നെയാണ് ഇതിന്റെ പ്രിന്റിംഗ് നടന്നത്. മറ്റൊരു വിരോധാഭാസം കൂടി ഇക്കാര്യത്തിലുണ്ട് അരുൺകുമാർ. അതായത് കൊച്ചി ആസ്ഥാനമായിട്ടുള്ള ഈ പ്രിസൈൻസ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയുടെ ഓഫീസിലാണ് പ്രിന്റിംഗ് ആദ്യം ആരംഭിച്ചത്. അവിടേക്ക് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ അവിടെ പോയി ഈ അച്ചടി പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കണം, ഈ അച്ചടി പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥർ സ്വകാര്യ ഓഫീസ്, പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസും RC ബുക്കും പ്രിന്റ് ചെയ്യുമ്പോൾ അതിന് സ്വകാര്യ ഏജൻസികൾ ഏൽപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ടെൻഡർ ക്ഷണിക്കാതെ പോയത്? ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടോ? ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ ITI ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ പ്രധാന കരാർ ഏൽപ്പിച്ചില്ല? അതിനെന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത്? ആ വൈകുന്ന കാലയളവിൽ എന്തുകൊണ്ടാണ് 2 സ്വകാര്യ കമ്പനികൾക്ക് ചട്ടവിരുദ്ധമായിട്ടാണോ ഈ പ്രിന്റിങ്ങിനുള്ള അവകാശം കൊടുത്തിരിക്കുന്നത്? അതിൽ എത്രമാത്രം അഴിമതിയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും അല്ലമീൻ കൂടുതൽ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകർക്കൊപ്പം വരുന്ന മണിക്കൂറുകളിലും ദിവസങ്ങളിലുമായി എത്തിക്കുകയും ചെയ്യും.